ഹ്യൂമൻ ഇന്റലിജൻസിന് നമ്മൾ എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. AI will definitely change the way we think, live and work. You are a senior data scientist. What do you do exactly? ഇപ്പോൾ ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ടെന്ന് വെച്ചോ, അവർക്ക് അവരുടെ ബിസിനസ് കൂട്ടണം. അവരുടെ കസ്റ്റമേഴ്സിൻ്റെ പാസ്റ്റ് പർച്ചേസ് പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അവരുടെ ബിഹേവിയറും അവരുടെ പ്രിഫറൻസും നമ്മൾ മനസ്സിലാക്കും. പലരും ഈ ചിന്തിക്കുന്നത് AI ഒരു ന്യൂ ടെക്നോളജി ആണെന്നാണ്. പക്ഷേ AI ഒരു ന്യൂ ടെക്നോളജി അല്ല. നമ്മൾ ഈ ഹ്യൂമൻ ഇൻ്റലിജൻസ് നമ്മുടെ എക്സ്പീരിയൻസ് മാത്രമല്ല, എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പാസ്റ്റ് ഡേറ്റ ഓൾറെഡി ഒരുപാട് ബയസ്ഡും ഡിസ്ക്രിമിനേറ്റഡും ആണ്. അപ്പോൾ ഈ ട്രെയിൻഡ് ആയിട്ടുള്ള AI ഒബ്വിയസ്ലി ആ ഒരു ബയസും ഡിസ്ക്രിമിനേഷനും ഉണ്ടാവും. ഇത് ഡെഫിനറ്റ്ലി മെച്ചോർഡ് സ്റ്റേറ്റിൽ തന്നെയാണ്. പക്ഷെ ഇതൊരിക്കലും ഇതിനൊരു മൊത്തത്തിലൊരു ട്രൂ അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ജനറലായിട്ട് എന്തും ചെയ്യാൻ പറ്റില്ല. ഇന്റർനെറ്റ് ഒക്കെ വന്നതോടുകൂടിയാണ് ഇത് പതുക്കെ ഡെവലപ്പ് ആയത്. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇൻസൈറ്റ്സ്. നമ്മൾ AI ബൂമിൻ്റെ ഒരു കാലമാണിപ്പോൾ. ആൻഡ് നമുക്ക് അതിനെപ്പറ്റി തന്നെ സംസാരിക്കാനും അതിൻ്റെ സ്കോപ്പ് ഓഫ് വർക്കും എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വി ഹാവ് സീനിയർ ഡാറ്റ സയൻറ്റിസ്റ്റ് നിവേദ്യ ദൽജിത്ത്. ഹലോ. ഹായ് അമ്മു. ഞാൻ ഈ AI ബൂം എന്നൊക്കെ പറയുമ്പോഴും ഇപ്പം എല്ലാവർക്കും കേൾക്കുമ്പോൾ AI എന്ന് പറയുമ്പോഴേ ഒരു പേടിയൊക്കെയുള്ള ഒരു കാലമാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഞാൻ ചെയ്ത് നിവേദ്യയുടെ ഒരു സ്റ്റഡി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്? നമ്മൾ കുറച്ച് നാൾ മുന്നേ കേട്ടതാണ് AIയുടെ ഇമ്പോർട്ടൻസും റെലവൻസും ഒക്കെ വരുന്നുണ്ടെന്ന്. എന്നാൽ ഇതെല്ലാം ചൂസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹവും പാഷൻ ആയിരുന്നു, അതോ അബദ്ധത്തിൽ വന്ന് ചാടിയാണ്? എന്താ സംഭവം എന്താണ്? അത് ഞാൻ പഠിച്ചത് ബിടെക് ആയിരുന്നു. ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് പഠിച്ചത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ചെയ്തത്. അതിനുശേഷം എനിക്ക് MTech ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ടീച്ചിങ് പ്രൊഫഷൻ ആയിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അതെ, അങ്ങനെ ഞാൻ ഗേറ്റിന് പ്രിപ്പയർ ചെയ്തു, ഗേറ്റ് എഴുതി. അങ്ങനെ എനിക്ക് ഇവിടെ IIT കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ മിക്ക IITs ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നത് VLSI, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ട്രഡീഷണൽ സ്ട്രീംസ് ആയിരുന്നു ആഫ്റ്റർ EC. അപ്പോഴായിരുന്നു, ദിസ് വാസ് ബാക്ക് ഇൻ 2016-17. ആ സമയത്തായിരുന്നു IIT ഹൈദരാബാദ് MTech ബാച്ചിന് AI തുടങ്ങിയത്. ഇന്ത്യസ് ഫസ്റ്റ് ബാച്ച് ആയിരുന്നു അത്. AI-യുടെ തന്നെ AI ആൻഡ് മെഷീൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗിൽ MTech ഫസ്റ്റ് ആയി ഓപ്പൺ ചെയ്തായിരുന്നു. ആ സമയത്ത് AI ഇത്ര പോപ്പുലറും ആയിരുന്നില്ല. പക്ഷെ എന്നാലും ആ ഒരു കോഴ്സിന് ഒരു യുണീക്നെസ് ഉണ്ടായിരുന്നു. കാരണം അതൊരു AI എന്ന് പറയുമ്പോൾ തന്നെ അതൊരു യുണീക്ക് കോമ്പിനേഷൻ ഓഫ് മാത്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. കോർ മാത്തമാറ്റിക്സ് ആൻഡ് കോർ കമ്പ്യൂട്ടർ സയൻസ് രണ്ടും എനിക്ക് ഇഷ്ടമാണ്. കാരണം മറ്റുള്ള സബ്ജക്ട്സ് ഇതിലൊന്നും പഠിക്കാനില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ലോജിക്, മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. മനസ്സിലാക്കിയാൽ മതി. അത് കാരണമാണ് ഞാനത് എടുത്തത്. ഇന്നിപ്പം നമ്മൾ കേൾക്കുന്നുണ്ട് കുറെ പേര്, മീൻസ് ആ സമയത്ത് ഇത് ചൂസ് ചെയ്യാൻ നേരത്ത് മുന്നോട്ട് എന്തായിരിക്കും ഇതിന്റെ, അങ്ങനെയൊന്നും ചിന്തിച്ചൊന്നുമില്ല. ഇതൊരു ബൂം തന്നെ ആയിരിക്കും, ബൂം ആയിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും അതിന് സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നു. പിന്നെ പഠിക്കാനും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു സബ്ജക്ട്. കാരണം അതുവരെ ഞാൻ ഈസി ഒക്കെ പഠിച്ച് മടുത്തിരിക്കുവായിരുന്നു. ടോട്ടലി ന്യൂ, ഫ്രഷ്, എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡും ആയിരുന്നു. IIT എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെ IIT-യിലേക്ക് ക്രാക്ക് ചെയ്തത്? ബിക്കോസ് IIT ഫോർ സം പീപ്പിൾ അതൊരു ബിഗ് സംഭവമാണ്. സോ അതുകൊണ്ട് ചോദിക്കുകയാണ്, IIT-യിലേക്ക് എങ്ങനെ ക്രാക്ക് ആയത്? ഞാൻ IIT-ക്ക് വേണ്ടിയിട്ടായിരുന്നില്ല പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗേറ്റ് ക്രാക്ക് ചെയ്തിട്ട് ഏതെങ്കിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. IIT ഒരിക്കലും എൻ്റെ സ്വപ്നമേ ആയിരുന്നില്ല. പക്ഷെ ഞാൻ ഗേറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ സിൻസിയറായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പറ്റിയതായിട്ടുള്ള എനിക്ക് പറ്റുന്ന ഒരു കൺസിസ്റ്റൻ്റായി എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ അഡാപ്റ്റ് ചെയ്തു. ഒരു 12-13-14 hour സ്റ്റഡി ഷെഡ്യൂൾ അല്ലാതെ ഒരു 8-9 hour മാത്രമുള്ള ഒരു സ്റ്റഡി ഷെഡ്യൂൾ ഞാൻ ഫോളോ ചെയ്തത്. കാരണം എനിക്കറിയാം ഈ ഗേറ്റ് എന്ന് പറഞ്ഞൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ഒരുപാട് പേര് എഴുതുന്നതാ. അപ്പൊ എൻ്റെ ബ്രെയിനിന് ഇച്ചിരി ഒരു ഫ്രഷ് ആയിരിക്കണം വെൻ ഐ ഗോ ഫോർ ദ എക്സാം. അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഡെലിബറേറ്റ്ലി ഞാൻ അധികം എന്നെ ഓവർലോഡ് ചെയ്യാതെ ഒരു കൺസിസ്റ്റൻ്റ് ആയി ഞാനൊരു സ്റ്റഡി ഷെഡ്യൂൾ എടുത്തു. അത് മാത്രമല്ല കോൺസെപ്റ്റ്സിലായിരുന്നു ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത് ദാൻ പ്രോബ്ലം സോൾവിങ്. കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി ഞാൻ ഓരോ കോൺസെപ്റ്റിന് കറസ്പോണ്ടിങ് ഒരു പ്രോബ്ലം അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കധികം സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എക്സാം എഴുതി അത്യാവശ്യം എളുപ്പമായിരുന്നു. കാരണം മെയിൻലി സ്ട്രെസ് ഉണ്ടായിരുന്നില്ല, എൻ്റെ ബ്രെയിൻ ഫ്രഷ് ആയിരുന്നു, അതായിരുന്നു റീസൺ. പക്ഷെ അത് പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്യൂല്ലേ ഈ കാര്യങ്ങളിൽ. ഗേറ്റിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടേക്കുന്നവരെല്ലാവരും കുറേ സമയം കൊടുക്കുക, പ്രോബ്ലംസ് കണ്ടിന്യൂസ് എന്നിട്ട് ടൈം ഒക്കെ സെറ്റ് ചെയ്ത് ഇത്ര MCQ അല്ലെങ്കിൽ ബാക്കി പേപ്പേഴ്സ് എല്ലാം ഫിനിഷ് ഓഫ് ചെയ്യുക.
അപ്പോൾ ദിസ് മാറ്റേഴ്സ് അല്ലേ? അതെ അതെ, എനിക്ക് ഇങ്ങനെ അത് പറഞ്ഞ കറക്റ്റ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. എനിക്ക് ഇതാ വർക്ക് ചെയ്യാം. ഒരുപാട് ടൈമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്താലോ, ഒരുപാട് സമയം പഠിച്ചാലോ നമ്മളെ പിറ്റേന്ന് ഞാൻ ഫുൾ ബ്ലാങ്ക് ആയി പോകും. അപ്പൊ എനിക്ക് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളായിരുന്നു ഞാൻ ഫോളോ ചെയ്തത്. അങ്ങനെയാണ് എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. നല്ല റാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ IIT-യിൽ കിട്ടിയതായിരുന്നു. IIT-യുടെ ഉള്ളിലത്തെ പഠനത്തിനെ പറ്റിയിട്ടൊന്നും അറിയാനുണ്ടായിരുന്നു. നമ്മള് 2 സ്റ്റേറ്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ IIT, IIM അതിന്റെയൊക്കെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, എപ്പോഴും കുറെ ഫൺ ഫെസ്റ്റീവ്സ് അങ്ങനെ ഇങ്ങനെ. കുട്ടികളുടെ എന്താ പറയാ, പഠിത്തത്തെക്കാൾ കൂടുതൽ നമ്മൾ മൂവീസിലും ഇതിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കൈൻഡ് ഓഫ് ആണ്. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒന്ന് പ്രഷറാണ്, സൂയിസൈഡ്സും ഇതും. ഈ 2 സൈഡും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും എക്സാക്ട് സംഭവം എന്താണ് ആസ് എ എന്താ പറയാ അലുമിനി പറയുകയാണെങ്കിൽ? പ്രഷർ ഉണ്ടോയെന്ന് വെച്ചാൽ പ്രഷർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് നമ്മൾ എടുക്കുന്ന രീതി മാറ്റർ ചെയ്യും. അക്കാഡമിക് റിഗർ ഉണ്ട് അവിടെ, പക്ഷെ അവിടെ അക്കാഡമിക്സ് മാത്രമല്ല, എല്ലാം അവിടെ കുറച്ച് ഇന്റൻസ് ആണ്. ഈ പറഞ്ഞ പോലെ ഫെസ്റ്റ് ആണെങ്കിൽ ഫെസ്റ്റിന്റെ എക്സ്ട്രീം, റിസർച്ച് ആണെങ്കിൽ റിസർച്ചിന്റെ എക്സ്ട്രീം, പഠനമാണെങ്കിൽ അതിന്റെ എക്സ്ട്രീം. ഈ പ്രൊഫസേഴ്സ് ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മളായിട്ട് ഡീപ്ലി ഇൻവെസ്റ്റഡ് ആണ് അവിടെ. അപ്പൊ അത് ചിലവർ സ്ട്രെസ്സായി എടുക്കും. അതാ പറഞ്ഞ ആ രീതിയിൽ എടുക്കുന്നതിന് പകരം അത് ഇച്ചിരി കൂടെ ഒരു പോസിറ്റീവ് എടുത്താൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പൊ പറഞ്ഞ പോലെ കറക്റ്റ് ആണ്. അവിടെ ഏറ്റവും നല്ല IIT-ന്റെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ എല്ലാ ഡയമെൻഷൻസും, നമ്മുടെ ഇപ്പം ആർട്സ് ആയിക്കോട്ടെ, അക്കാഡമിക്സ് ആയിക്കോട്ടെ, റിസർച്ച് ആയിക്കോട്ടെ, ഓൺടർപ്രണർഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലിറ്ററേച്ചർ ആയിക്കോട്ടെ, നമ്മുടെ എല്ലാ ഡയമെൻഷനെയും ഫോസ്റ്റർ ചെയ്യാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഒരു സൈഡിൽ അവിടെ പിന്നെ കോഡിംഗ് മാരത്തോൺ നടക്കും, ടെക്നിക്കൽ ഫെസ്റ്റ് ഉണ്ടാവും, റിസർച്ച് ആക്ടിവിറ്റീസ് ഉണ്ടാവും. എന്നാൽ മറ്റേ സൈഡിൽ അവിടെ തിയേറ്റർ ഗ്രൂപ്പ്, മ്യൂസിക്കൽ സൊസൈറ്റി, ഡ്രാമ. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ കുറേ ഓൺടർപ്രണർഷിപ്പ് ആക്ടിവിറ്റീസ്, അങ്ങനെ എല്ലാം നടക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഹോൾസം എക്സ്പീരിയൻസ് തന്നെ പറയാം IIT. ഈ ഡാറ്റ സയന്റിസ്റ്റ് എന്ന് പറയുന്നു. സയന്റിസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ വി തിങ്ക് ഓക്കെ എന്താണ്, ഇപ്പൊ ഇറ്റ് ഈസ് എ ഡാറ്റ സയന്റിസ്റ്റ്, യു ആർ എ സീനിയർ ഡാറ്റ സയന്റിസ്റ്റ്. വാട്ട് ഡു യു ഡു എക്സാക്ട്ലി? എന്താണ് ശരിക്കും ചെയ്യുന്നത്? സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റാ സയന്റിസ്റ്റ് എന്തോ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ വെറുതെ കിടക്കുന്ന ഡേറ്റ ഉണ്ടല്ലോ, റോ ഡേറ്റ, അതിനെ യൂസ്ഫുൾ ഇൻഫർമേഷനായി കൺവേർട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത് ബിസിനസ്സിന് ഹെൽപ്ഫുൾ ആയിരിക്കും, കോമൺ മാന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ അവർക്ക് അതെ, മിന്ത്രയോ ആമസോണോ എന്തോ ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, അവർക്ക് അവരുടെ ബിസിനസ് കൂട്ടണം. അപ്പം നമ്മൾ ഡേറ്റാ സയന്റിസ്റ്റ് വിൽ കം ഇൻ ടു പിക്ചർ ദെയർ. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവരുടെ കസ്റ്റമേഴ്സിന്റെ പാസ്റ്റ് പർച്ചേസ് പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അവരുടെ ബിഹേവിയറും അവരുടെ പ്രിഫറൻസും നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് അവർ നെക്സ്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള പ്രോഡക്ട്സ് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. അല്ലെ വേറൊരു എക്സാമ്പിൾ പറയണ, ഒരു ഫാക്ടറി, ആ ഫാക്ടറിയിൽ ഒരുപാട് സ്റ്റോക്സ് ഉണ്ടാവുമല്ലോ, സാധനങ്ങൾ, ഗുഡ്സ്, അത് ഒരുപാട് അവർക്കത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അഗെയിൻ ഡേറ്റാ സയന്റിസ്റ്റ് വിൽ കം ഇൻ ടു പിക്ചർ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, പാസ്റ്റ് സ്റ്റോക്ക് മൂവ്മെന്റ് ഡേറ്റ നമ്മൾ നോക്കിയിട്ട് ഫ്യൂച്ചറത്തേക്ക് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാവും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അവരോട് പറയും, ഓക്കെ ഇത്ര മതി നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ അവരുടെ ഒരുപാട് ഹോൾഡിംഗ് കോസ്റ്റും വേസ്റ്റേജ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അതായത് ഇപ്പൊ നിങ്ങളുടെ മെയിൻ ക്ലയൻസ് എന്ന് പറയുന്ന കോർപ്പറേറ്റ്സ് ആയിരിക്കും ഈ പറയുന്ന. AI-യുടെ ഇമ്പാക്ട് എല്ലാ ഫീൽഡിലും ഉണ്ട്, എന്തും ആയിക്കോട്ടെ. ഇപ്പം വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ വെതർ ആപ്സ്, എല്ലാ രീതിയിലും. അങ്ങനെ കോർപ്പറേറ്റ്സ് എന്നില്ല. ഇപ്പൊ ഒരു കോമൺ മാൻ, ഇപ്പം മേ ബി അമ്മ യൂസ് ചെയ്യുന്ന ChatGPT എന്ന് യൂസ് ചെയ്യുന്നില്ലേ, അത് AI അല്ലേ. പിന്നെ ഒരുപാട് ഫിറ്റ്നസ് ആപ്സ് യൂസ് ചെയ്യുന്നുണ്ടാവില്ലേ, അത് AI അല്ലേ. പിന്നെ ഇമെയിലില് സ്പാം ഓട്ടോമാറ്റിക്കലി മാറുന്നില്ല, ഡിറ്റക്ട് ചെയ്യുന്നില്ല, അത് AI അല്ലേ. അപ്പം എല്ലാ ഫീൽഡിലും ഉണ്ട്. അപ്പൊ ഞാൻ ഇത് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്നത്, ഒരു കോമൺ മാൻ്റെ ലൈഫിൽ എവിടെയെല്ലാം AI ഇന്ന് വരുന്നുണ്ട് എന്ന് ചോദിക്കുക. അപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഞാൻ ChatGPT യൂസ് ചെയ്യുന്നത് ഒന്ന് AI ആണ്. പിന്നെ നിവേദ്യ പറഞ്ഞ ഈ ഓരോ പോയിന്റ്സും വരുന്നതാണെന്നല്ലേ, സ്കാം മീൻസ് നമ്മുടെ മെയിലിന്റെ ഉള്ളിൽ വരുന്നതും എല്ലാം തന്നെ AI ജനറേറ്റഡ് ആണ്. എവിടെയെങ്കിലും AI വരാത്ത ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഞാൻ ഓർക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, AIക്ക് നമ്മുടെ ഹ്യൂമൻ ഇന്റലിജൻസിനെ അല്ലെങ്കിൽ മനുഷ്യരെ മറികടക്കാൻ പറ്റില്ലാത്തൊരു സംഭവം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? പറഞ്ഞ പോലെ എല്ലാ ഫീൽഡിലും ഉണ്ട്. ഇപ്പം ഗൂഗിൾ മാപ്പ് ഒക്കെ വേറൊരു എക്സാമ്പിൾ ആണ്. നമ്മള് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് AI-യുടെ ഇമ്പാക്ട് ഇല്ലാത്തൊരു ഫീൽഡ് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കോംപ്ലെക്സ് റിലേഷൻഷിപ്സ് ആൻഡ് കൗൺസിലിംഗ് എടുക്കാം. കൗൺസിലിംഗ് കാരണം മേ ബി AI-ക്ക് നമ്മൾ ഈ ഫിറ്റ്നസ് ആപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ,
ഈ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടും മെൻ്റൽ വെൽനെസ് ടിപ്സൊക്കെ തരാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒരിക്കലും AI-ക്ക് ആ ഒരു ഡീപ്പ് ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങോ എംപതിയോ ആ ഒരു ഡീപ്പ് തെറാപ്പിയൊക്കെ തരാൻ പറ്റുമോ എന്നുള്ളത് ക്വസ്റ്റ്യനബിൾ തന്നെയാണ്. മേ ബി ആ ഒരു ഫീൽഡ് ഒരു മീൻസ് ഓക്കെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യാൻ എത്രത്തോളം പറ്റും എന്നുള്ളത് നമുക്ക് ഡൗട്ട്ഫുൾ ആണ് അല്ലെ. അതായിരിക്കും അല്ലെ ഒരു മേഖല എന്ന് പറയാൻ അതേ ഉള്ളൂ. അപ്പൊ നമ്മള് എല്ലാവരും ചിലപ്പോ ഞെട്ടിപ്പോകില്ലേ. അതെ അതെ, ആ മേഖല ഇല്ലാന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല, എന്നാലും ലിമിറ്റഡ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഒരു ടെക്നോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇപ്പം നോക്കുവാണെങ്കിൽ ഇപ്പം ഈസി ആയിരുന്നു നിവേദ്യ പഠിച്ചത്. ഈസി പഠിച്ചു കഴിഞ്ഞിട്ട് ഹൗ ഈസി വാസ് ഇറ്റ് ഈ AI-യുടെ സ്ഥാനത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ വേറെ ഡിഫറെന്റ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുക, എനിക്ക് ഡാറ്റ സയന്റിസ്റ്റ് ആവണം അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റ് ആവണമെങ്കിൽ എത്രത്തോളം പോസിബിൾ ആയിരിക്കും ഈ നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് എത്രത്തോളം പോസിബിൾ ആയിരിക്കും? എല്ലാവർക്കും ഡേറ്റാ സയൻസ് പഠിക്കാൻ പറ്റും, പക്ഷെ ഈ പറഞ്ഞ പോലെ നോൺ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഇച്ചിരി ഒരു ഇനീഷ്യൽ ഒരു എഫേർട്ട് കൂടുതലായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ സൈക്ലിംഗ് അറിയുന്നവർക്ക് സ്കൂട്ടി പഠിക്കാൻ ഇച്ചിരി എളുപ്പമായിരിക്കും അല്ലേ. പക്ഷെ ആ ഒരു സൈക്കിൾ ബാലൻസ് ഇല്ല, അവർക്ക് ഇനീഷ്യൽ എഫേർട്ടിന്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. ജസ്റ്റ് ദാറ്റ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ AI ആൻഡ് ഡേറ്റാ സയൻസ് എന്ന് പറയുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ്. അതായത് ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, മാത്സ് ഉണ്ട്, കോഡിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാത്തിന്റെയും ഫണ്ടമെന്റൽസ് സ്റ്റാർട്ട് ചെയ്യുക, ബേസിക്സ് നല്ലോണം തറവാക്കുക, എന്നിട്ട് സ്ലോലി ടേക്ക് ഓഫ് ചെയ്യുക. ബേസിക്സ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ML കോൺസെപ്റ്റ്സിലോട്ട് പോവുക. ആൽഗറിതത്തിലോട്ട് പോകുമ്പോഴും ഇപ്പൊ ഒരു 100-200 ആൽഗറിതംസ് ഉണ്ട് ഈ AI-ൽ തന്നെ. അപ്പൊ ആൾക്കാർ പഠിക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് അങ്ങ് പഠിക്കും. പക്ഷെ അങ്ങനെ പഠിക്കാതെ ബേസിക് ആൽഗറിതംസിലോട്ട് മാത്രം ഫോക്കസ് കൊടുക്കുക. ബാക്കി ആൽഗറിതംസ് പഠിക്കണം എന്നൊന്നുമില്ല. നമ്മളൊരു റിയൽ ടൈം ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അപ്പം നമ്മളൊന്ന് റെഫർ ചെയ്താൽ മതി. എല്ലാ ആൽഗറിതംസും ഒന്നും തറവാക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താ പറയുക, പ്രോജക്ട്സ് ചെയ്യുക, പറ്റിയ ഇന്റേൺഷിപ്സ് ചെയ്യുക, അങ്ങനെ. ആൽഗോറിതംസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി ഒക്കെ പറയുമ്പോൾ എന്നെ ആസ് എ വെരി നോർമൽ പേഴ്സൺ മാത്സ് വെറുക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ചോദിക്കാം, നിവേദ്യ ഒരു ബുജിയായിരുന്നു സ്കൂളിലും അല്ലാത്ത ടൈമിലും ഒക്കെ, എങ്ങനെ അതുകൊണ്ടും കൂടി ഇതിനോട്ടൊരു താല്പര്യം വന്നിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ മാത്സ് എനിക്ക് അത് ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും പറയില്ല മാത്സ് നന്നായി അറിയുന്നവർക്ക് മാത്രമേ ഡേറ്റ. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്, മാത്സ് നന്നായിട്ട് അറിയുന്നവർക്ക് ഇതിലേക്കൊക്കെ കടക്കാൻ പറ്റുള്ളൂ? അങ്ങനെ ഇല്ല കേട്ടോ, അങ്ങനെ ഒട്ടും ഇല്ല. മാത്സ് അറിഞ്ഞാല് ഒരു എന്താ പറയാ, കുറച്ചൊരു നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് മൊത്തത്തിൽ ഉള്ളിൽ എന്താ നടക്കുന്നത്, ആൽഗരിതം എന്തുവാ മൊത്തത്തിൽ നടക്കുന്നത് കറക്റ്റായി മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ അല്ലാതെ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ AI ടൂൾസും ലൈബ്രറീസൊക്കെ ഈ മാത്സ് കോൺസെപ്റ്റ്സ് നന്നായി അബ്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാരണം ഡേറ്റാ സയൻറ്റിസ്റ്റിന് ഈ ലൈബ്രറീസ് ഒക്കെ യൂസ് ചെയ്ത് കോഡ് ചെയ്യാൻ ഒരുപാട് എളുപ്പമാണ്. അത് കാരണം പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം, അത് അറിഞ്ഞിരിക്കണം. പക്ഷേ ഈ ലീനിയർ ഓൾജിബ്ര അതൊന്നും അത്രക്ക് ഡീറ്റെയിൽ ആയി കാൽക്കുലസ് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇപ്പൊ AI ബൂം എന്ന് പറഞ്ഞാൽ മേ ബി ഒരു 2 years, ലാസ്റ്റ് 2 years ആയിട്ടാണ് ഇത് പറയുന്ന എല്ലാവരും. എല്ലാവർക്കും ഒരുമാതിരി ടെൻഷൻ ഉണ്ട്. അതിനെപ്പറ്റി എന്താ പറയുക, ഒരു സഡൻ ബ്രേക്ക് ത്രൂ ആയിരുന്നു നമ്മുടെ എല്ലാവരുടെ ലൈഫിലേക്ക്. ഈ പറഞ്ഞാൽ ChatGPT പോലും ഇപ്പൊ നമ്മൾ എടുത്താൽ നേരെ ChatGPT-യിലേക്ക് പോകുന്ന ഒരു കാലമാണ്. അതിനെപ്പറ്റി എന്താ തോന്നുന്നത്? അതിൽ നിന്നൊരു മീൻസ് ഇനി മുന്നോട്ട് ഇറ്റ് ഇസ് ട്രൂ നമ്മളെല്ലാവരും പ്രോഗ്രസ്സിനെ അക്സെപ്റ്റ് ചെയ്യണം, എന്നാലും അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഒരു സഡൻ ബ്രേക്ക് ത്രൂ വന്നതിനെ പറ്റിയിട്ടും കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സഡൻ ബ്രേക്ക് ത്രൂ ആയിരുന്നു എന്ന് പറയാം. മേ ബി ഒരു 2012 ശേഷമായിരുന്നു. ആൻഡ് AI ബൂം ശരിക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അത് ഓവർ ഹൈപ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇച്ചിരി ഹൈപ്ഡ് ആണ്. ബട്ട് സ്റ്റിൽ ഇതൊരു റെവല്യൂഷണറി ടെക്നോളജി തന്നെയാണ്. ഇപ്പോൾ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള മെയിൻ ഒരു മൈൽ സ്റ്റോൺസ് ഏതൊക്കെയായിരിക്കും? മേ ബി ഇലക്ട്രിസിറ്റി, നമ്മളെ വീടും ഫാക്ടറി ഒക്കെ പവർ ചെയ്തു മോഡേൺ ലൈഫ് പോസിബിൾ ആക്കി. അതെ, പിന്നെ ഇന്റർനെറ്റ് വേൾഡിനെ മൊത്തം കണക്ട് ചെയ്തു, കമ്മ്യൂണിക്കേഷൻ ഒക്കെ ട്രാൻസ്ഫോം, ഡിജിറ്റൽ ഏജ് തന്നെ തുടങ്ങി. അങ്ങനെ ഇങ്ങനെ കുറച്ച് 2-3 നമ്മളെ കയ്യിൽ എണ്ണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി നെക്സ്റ്റ്, അല്ലെങ്കിൽ ഓൾറെഡി ആയി കഴിഞ്ഞു, ദ നെക്സ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു AI തന്നെ ആയിരിക്കും. കാരണം എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ. അതെ ചർച്ചയുള്ളൂ. ഈവൻ നമ്മൾ ഇടയ്ക്കൊക്കെ കാണാമായിരുന്നു, ഈവൻ സോഷ്യൽ മീഡിയയിലെല്ലാം ചെറിയ കുട്ടികൾ വരെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. അപ്പൊ നമ്മൾ പറയും നമ്മൾ കുഞ്ഞിലെ എന്താ ഈ പ്രായത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതെ, കാരണം ഡെഫിനറ്റ്ലി AI മൊത്തത്തിൽ ചേഞ്ച് ചെയ്യും. നമ്മൾ AI വിൽ ഡെഫിനറ്റ്ലി ചേഞ്ച് ദ വേ വി തിങ്ക്, ലിവ് ആൻഡ് വർക്ക്. എല്ലാ രീതിയിലും മാറും. ഇപ്പൊ ചിന്തിച്ചു നോക്കി, ഇപ്പം ഈ പറഞ്ഞല്ലോ ആമസോൺ റെക്കമെൻഡേഷൻസ് ഒക്കെ, നമ്മൾ ഒപ്പീനിയന് വരെ
ഇമ്പാക്ട് ചെയ്യാൻ എഐക്ക് പറ്റുന്നുണ്ട് അല്ലേ? ഇപ്പൊ നമുക്ക് പെട്ടെന്നൊരു സജഷൻ വരുമ്പം നമ്മൾ നേരത്തെ ചിന്തിച്ചതായിരിക്കില്ല ഇപ്പൊ ചിന്തിച്ചേ. അത്രക്കൊരു ഇമ്പാക്റ്റ് ഉണ്ട് എഐക്ക് ഡെഫിനറ്റ്ലി. ട്രൂ. ഇപ്പം നിവേദ്യ ഒരു ഡാറ്റ സയന്റിസ്റ്റ് ആണ്. ഒരു ഡാറ്റ സയന്റിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ് എന്ന് പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ? ഓക്കെ ഓക്കെ. അപ്പൊ ഡേറ്റ അനലിസ്റ്റും ഡേറ്റ സയന്റിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കുറേയൊക്കെ അവരൊരു ചെയ്യുന്ന വർക്കിലൊരു മിക്സപ്പ് ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പം ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുമ്പം ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഇപ്പൊ ഒരു സെയിൽസ് ഡൊമൈനാന്ന് വിചാരിച്ചോ. അപ്പൊ ഡേറ്റ അനലിസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുവരെയുള്ള ഡേറ്റ മേ ബി ലാസ്റ്റ് ഇയർ വരെ ഉള്ള പിന്നെ കമ്പനീൻ്റെ റവന്യൂ ഇത്രയായിരുന്നു, അങ്ങനെയുള്ള ഒരു സമ്മറി ആയിരിക്കും കൊടുക്കുക. എന്നാൽ ഡേറ്റ സയൻറ്റിസ്റ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ വിൽ പ്രെഡിക്റ്റ് നെക്സ്റ്റ് ഇയർ എത്ര റവന്യൂ ആയിരിക്കും ഈ കമ്പനിക്ക് നേടാൻ പറ്റുന്നത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യും. അതായത് ഡേറ്റ സയൻസ് ഇച്ചിരിയുടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡീൽ ചെയ്യുന്നത്, മോസ്റ്റ്ലി ലൈക്ക് പ്രെഡിക്ഷൻ അങ്ങനത്തെ. എന്നാൽ ഡേറ്റ അനലിസ്റ്റ് ഇതുവരെയുള്ള കാര്യങ്ങൾ സമ്മറൈസ് ചെയ്യാനും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കാനും ഒക്കെ ആയിരിക്കും ഡേറ്റ അനലിസ്റ്റ് ചെയ്യുക. അങ്ങനെ പറയാം. പക്ഷെ ഡേറ്റ സയന്റിസ്റ്റ് എപ്പോഴും ഒരു നല്ല ഡേറ്റ അനലിസ്റ്റും കൂടെ ആയിരിക്കണം. ഓക്കെ. ഇതിന്റെ ജോലിയിലേക്കൊക്കെ കടക്കുന്നത് സിൻസ് യു ഡിഡ് ഈ AI ആൻഡ് മെഷീൻ ലേണിംഗിൻ്റെതാണ് ചെയ്തത്. അതിന്റെ പാർട്ടായിട്ടാണ് ഇപ്പം ഒരു MNCയിലാണ് നിവേദ്യ കറന്റ്ലി വർക്കിംഗ് ആയിട്ടുള്ളത്. അത് സെയിം തിങ് ഈ ഒരു കോഴ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലാണോ ഈ ഡാറ്റ സയന്റിസ്റ്റും അല്ലെങ്കിൽ അങ്ങനെയെല്ലാം ആവാൻ പറ്റുള്ളൂ? അല്ലാണ്ട് എന്തെങ്കിലും നമ്മൾ പറയില്ലേ ഇപ്പം ക്രാഷ് കോഴ്സസ് ഒക്കെ പോലെ ഡിപ്ലോമ കോഴ്സസ് അങ്ങനെയൊക്കെ ബേസിക് ഒക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ ജോബ്സ് ഒക്കെ അവൈൽ ചെയ്യാൻ പറ്റുമോ, നമുക്ക് എത്താൻ പറ്റുമോ? ഇപ്പം ഒരു ഫ്രഷർ ആണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഈ ഓൺലൈൻ കോഴ്സസ് ഒരു ക്രാഷ് കോഴ്സ് ചെയ്താൽ ജോലി കിട്ടുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ഒരു ഒരു പ്രോപ്പർ ഒരു ഡിഗ്രിയോ ഒരു MTechോ അല്ലെങ്കിൽ ഈ പറഞ്ഞ PG ഡിപ്ലോമാസ് ഒരുപാട് അവൈലബിൾ ആണ്. അങ്ങനത്തെ ചെയ്യുന്നതായിരിക്കും നല്ലത് ദാൻ ക്രാഷ് കോഴ്സ്. കാരണം അവർക്കൊരു വർക്ക് എക്സ്പീരിയൻസ് ഇല്ല. പ്ലസ് അവർ ഒരുപാട് ഇന്റേൺഷിപ്പ് ചെയ്താലും നല്ലതായിരിക്കും ഈ ഫീൽഡിൽ. പക്ഷെ എന്നാൽ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളവര് ഓൾറെഡി സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് മേ ബി വേറൊരു ഡെവലപ്പറായിട്ടോ ടെസ്റ്ററായിട്ടോ അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവർക്ക് മേ ബി ഒരു ഓൺലൈൻ കോഴ്സോ ക്രാഷ് കോഴ്സോ മേ ബി ഇറ്റ് വുഡ് ബി ഇനഫ് എന്ന് പറയാൻ പറ്റും. പക്ഷെ എന്നാലും ഒരുപാട് കോമ്പറ്റീറ്റീവ് ആണ് ഈ ഒരു ഫീൽഡ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇച്ചിരി ഒരു എക്സ്ട്രാ വേണം. ഇപ്പം ഓൾറെഡി ഒരു മേ ബി ഒരു കരിയർ സ്വിച്ചിങ് ആണെന്ന് വിചാരിച്ചോ, വേറൊരു ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഡേറ്റ സയൻസ് ഫീൽഡിലോട്ട് വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അയാളുടെ ടീമിൽ തന്നെ അയാളുടെ ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന പോലെയുള്ള എന്തെങ്കിലും പ്രോജക്ട്സോ എന്തെങ്കിലും ടേക്കപ്പ് ചെയ്യുക. എന്നാൽ മാത്രമേ പ്രോഗ്രസ് ഉണ്ടാവാൻ. എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവ് ആണ് ഈ ഫീൽഡ് ഇപ്പം. ഇപ്പം നമ്മളെപ്പോഴും AI ബൂമും അല്ലെങ്കിൽ അത് ഇനിയൊരു റവല്യൂഷൻ ആണെന്നല്ല നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ റിസ്ക് എവിടെയാണ് വരുന്നത്? ഞാൻ പറയില്ലോ ഈശ്വര, അങ്ങനെയല്ല നമ്മൾ ചിന്തിച്ചുകൊള്ളേ. മൊത്തത്തിൽ ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യുക ജോബ്സിൽ. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ജോബിലേക്ക് വരുമ്പോൾ കുറച്ച് കളയുമ്പോൾ നിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, എല്ലാം AI ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു കാലമാണെന്ന്. അപ്പോൾ എന്താ തോന്നുന്നത് ഇതിൻ്റെ മെയിൻ റിസ്ക് അല്ലെങ്കിൽ ഇത് മിസ്യൂസ് ചെയ്യപ്പെടാനും എല്ലാം ചാൻസ് ഉള്ള മേഖലകൾ എന്തൊക്കെയായിരിക്കും ശരിക്കും പറഞ്ഞു? ഓക്കെ, മിസ്യൂസ് ഇപ്പം നമ്മൾ കാണുന്നില്ലേ, ഡീപ് ഫേക്സ്, ഒരുപാട് AI ഫേക്ക് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുന്നില്ലേ? ഇപ്പൊ തന്നെ ബ്രാഡ് പിറ്റിന്റെ ഒരു സ്കാം ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ ഒരുപാട് കേസസ് ഇപ്പം എസ്പെഷ്യലി ജനറേറ്റീവ് AI വന്നതോടുകൂടി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ വേറൊരു റിസ്ക് AIയുടെ എന്താന്ന് വെച്ചാൽ ബയസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. സംഭവം എന്താന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയും AI ന്യൂട്രൽ ആൻഡ് ഫെയർ ആണെന്ന് പറയും. പക്ഷെ എന്നാലും AI ട്രെയിൻ ചെയ്തിട്ടുള്ളത് പാസ്റ്റ് ഡേറ്റയിൽ നിന്നാണ്. ഈ പാസ്റ്റ് ഡേറ്റ ഓൾറെഡി ഒരുപാട് ബയസ്ഡും ഡിസ്ക്രിമിനേറ്റഡും ആണ്. അപ്പോൾ ഈ ട്രെയിൻഡ് ആയിട്ടുള്ള AIയിൽ ഒബ്വിയസ്ലി ആ ഒരു ബയസും ഡിസ്ക്രിമിനേഷനും ഉണ്ടാവും. ഇപ്പോൾ ഈ AI ഒരു ലീഗൽ സിസ്റ്റത്തിലോ ജുഡീഷ്യറി സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സിസ്റ്റത്തിലോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരുപാട് ബയസസ് ഉണ്ടാവും. അതിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞാൽ ഇച്ചിരി കോൺട്രവേഴ്ഷ്യൽ ആവും, അതുകൊണ്ട് പറയുന്നില്ല. ബട്ട് ഇതുണ്ട്. കോൺട്രവേഴ്ഷ്യൽ ആവുകയാണെങ്കിൽ നമുക്ക് അറിയാം. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പം പറഞ്ഞു ലെറ്റ് ഇറ്റ് ബി അവർ ലീഗൽ സിസ്റ്റം. ഞാൻ ചുമ്മാ ചോദിക്കുവാണ്. അപ്പം നമ്മൾ ഈ ട്രെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ട്രെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സണോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു ഓർഗനൈസേഷനോ എന്തും ആകട്ടെ, അവരുടെ
അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല, അവർ സപ്പോർട്ട് ചെയ്യുന്ന എത്തിക്സിന് ബേസ് ചെയ്തായിരിക്കും ഇത് മൊത്തം റൺ ചെയ്യാന്നാണ് ഉദ്ദേശിച്ചത്? ഇപ്പൊ ഞാൻ ഈ ലീഗൽ സിസ്റ്റം അതിലോട്ട് പോകുന്നില്ല, ഹയറിംഗ് സിസ്റ്റത്തിലോട്ട് വരാൻ ലെസ് കോൺട്രവേഴ്ഷ്യൽ ആവുന്നു. ഹയറിംഗ് സിസ്റ്റം, ഹയറിംഗ് സിസ്റ്റത്തിൽ AI യൂസ് ചെയ്യാന്ന് വിചാരിച്ചോ, ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ, ഞാൻ കമ്പനീൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ ആ കമ്പനിയിൽ ഈ AI ഹയറിംഗ് അസിസ്റ്റന്റ് എന്തുവാ ചെയ്തതെന്ന് വെച്ചാൽ കൂടുതൽ മെയിൽ ആയിട്ടുള്ള ആളുകൾക്ക് പ്രിഫറൻസ് കൊടുത്തു. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഈ ഹയറിംഗ് AI ട്രെയിൻ ചെയ്തിട്ടുള്ള പാസ് ഡേറ്റ കണ്ടത് കൂടുതൽ മെയിൽസ് ആയിരുന്നു ഈ ടെക് ഫീൽഡിലോട്ട് വന്നത്. മനസ്സിലായില്ലേ? ലെസ് ഓഫ് ഫീമെയിൽസ് ആയിരുന്നു ആ ടെക് ഫീൽഡിൽ ഉണ്ടായിരുന്നത്. അത് കാരണം ന്യൂ ആപ്ലിക്കേഷൻസ് വരുമ്പം മെയിൽ കാൻഡിഡേറ്റ്സിന് പ്രിഫറൻസ് കൊടുക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരുപാട് ബയസ് വരും. പക്ഷെ ഇപ്പൊ നിലവില് പല ഫേംസിലും ഈ ഹയറിങ്ങിനും അങ്ങനെയുള്ള യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വരുന്നല്ലേ, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിനെ കൂടുതൽ എന്താ പറയാ ന്യൂട്രൽ ആക്കാൻ വേണ്ടി നമുക്ക് വേറെ പ്രൊസീജിയർ, വേറെ ആൽഗോരിതംസ് യൂസ് ചെയ്യാം. നമ്മള് എന്താ പറയാ അതിന് തന്നെ പ്രത്യേക തരം എത്തിക്കലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. പണ്ട് നമ്മള് ChatGPT ആണോ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ആരോ ഒരാൾ എന്നോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു, ഞാൻ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ നമ്മള് ChatGPTയോട് എ ഫ്രണ്ട് ഓഫ് മൈൻ ഇങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ തിരിച്ച് റിപ്ലൈ വന്ന് സോറി ഐ ഓൺലി ഹാവ് ദ ഡാറ്റാ സ്റ്റിൽ 2020 അല്ലെങ്കിൽ 2021 എന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം, ഞാൻ പറയുന്ന ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഈ കൈൻഡ് ഓഫ് എറേഴ്സ് ക്യാൻ ഹാപ്പൻ അല്ലേ? അപ്പൊ നമ്മൾ എത്രത്തോളം അതിനെയൊക്കെ എറർ പ്രോൺ ആണ്. എപ്പോഴും എറർ പ്രോൺ ആണ്. പക്ഷെ അത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ബട്ട് എറർ പ്രോൺ ആണ്. ഓക്കെ, നമ്മൾ ഹ്യൂമൻ ഇന്റലിജൻസിനെ ഇത് ഓവർകം ചെയ്ത് ഈ AI പ്ലേസ് ചെയ്യുമോ എന്നുള്ള ഒരു വലിയൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? മൊത്തത്തിൽ ഹ്യൂമൻ ഇന്റലിജൻസിനെ റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളത് ഇപ്പൊ പലരും പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ജോബൊക്കെ പോയടാ പോയി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും AI അത്ര അങ്ങനെയാണ്, AI ഇങ്ങനെയാണെന്നാ പറയുന്നത്. പക്ഷേ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഈ AI എന്ന് പറയുന്നത് 3 ബ്രാഞ്ചസ് ഉണ്ട്. ഫസ്റ്റ് AIയുടെ നാരോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയും. ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ്. ഇവിടെ ഇതെന്ന് വെച്ചാൽ ഒരു നമ്മൾ ഒന്നോ രണ്ടോ ടാസ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ AIനെ ട്രെയിൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളെ അലക്സ, സിറി, പിന്നെ ഈ റെക്കമെൻഡേഷൻ സിസ്റ്റം, ഇതൊക്കെ നമ്മളൊരു പെർട്ടിക്കുലർ ടാസ്ക് ട്രെയിൻ ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്ത AIs ആണ് അല്ലെ? ഇതിനെയാണ് ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് എന്ന് പറയാം. ശരിക്കും പറഞ്ഞു ഇപ്പൊ എല്ലാവരും പറയുന്ന AI ഇല്ലേ, ഈ ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ച് ഓഫ് AI ആണ്. ഇത് ഡെഫിനറ്റ്ലി മെച്ചോർഡ് സ്റ്റേറ്റിൽ തന്നെയാണ്. പക്ഷെ ഇതൊരിക്കലും ഇതിനൊരു മൊത്തത്തിൽ ഒരു ട്രൂ അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്ത ബ്രാഞ്ചാണ് ജനറേറ്റീവ് AI. അതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ChatGPT, ഒരുപാട് AI ക്രിയേഷൻസ് ഉണ്ടല്ലോ, വീഡിയോസ്, അതൊക്കെ ജനറേറ്റീവ് AI ആണ്. ഇതിപ്പം ഒരു പ്രോഗ്രസീവ് സ്റ്റേറ്റിലാണെന്ന് പറയാം. പക്ഷെ എന്നാൽ റിസൾട്ട്സ് ഇംപ്രസീവ് ആണെങ്കിലും ഈ AIക്കും ട്രൂ അണ്ടർസ്റ്റാൻഡിങ്ങോ റിയൽ റീസണിങ്ങോ ഒന്നും ഇല്ല. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഗുഡ് ഇൻ എ ഗുഡ് സിറ്റുവേഷൻ നൗ. തേർഡ് ബ്രാഞ്ച് ആണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. ഇതാണ് നമ്മൾ ഈ സൈഫൈ മൂവീസിലൊക്കെ കാണുന്ന എല്ലാം ചെയ്യാൻ പറ്റുന്ന AI. പക്ഷെ ഇതിന്റെ റിസർച്ച് ഇപ്പോഴും ഏർലി സ്റ്റേജസിൽ മാത്രമേ ആയിട്ടുള്ളൂ. മാത്രമല്ല ഇതിപ്പോ ഒരു നല്ലൊരു സ്റ്റേറ്റിലോട്ട് ആവണമെങ്കിൽ തന്നെ ഡെക്കേഡ്സ് എടുക്കും, ഡെഫിനറ്റ്ലി ഡെക്കേഡ്സ് എടുക്കും. നമ്മൾ കാണുന്ന വെർച്വൽ എന്താ പറയാ, വെർച്വൽ ഒരു ലേഡി നടന്നു വരുന്നു നമ്മൾ കാണാറില്ല. അതൊന്നും ഈ ഒരു ബ്രാഞ്ചിലോട്ടല്ല. അതൊക്കെ ഇതിനു മുമ്പുള്ള, ഞാൻ പറഞ്ഞില്ലേ, ജനറേറ്റീവ് AI പെടുന്നതാണ്. ഈ ജനറൽ AI എന്ന് പറയാം, ജനറൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിന് മനുഷ്യന്മാര് ചെയ്യാൻ പറ്റുന്ന പോലെ പലതും ചെയ്യാൻ പറ്റും. അതാണല്ലോ സൈഫൈ മൂവീസിൽ കാണുന്നത്. പക്ഷെ അതിന്റെ ഒരു അത്രയും ഏർലി സ്റ്റേജസിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. ബേബി സ്റ്റേജിൽ എന്ന് പറയാം. തീർച്ചയായിട്ടും ഡെവലപ്പ് ആവും അല്ലേ? അതും ഡിബേറ്റബിൾ ആണ്. പല എക്സ്പേർട്സും അങ്ങനെ തന്നെയാ പറയുന്നത്. അത്ര മാത്രമേ പ്രോഗ്രസ് ചെയ്യും നമുക്ക് അറിയില്ല. കാരണം ഈ ഹ്യൂമൻ ഇന്റലിജൻസിന് നമ്മൾ എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത്രയും നമ്മുടെ ഈ ഒരു ഹ്യൂമൻ ഇന്റലിജൻസും റീസണിങ്ങും നമ്മൾ
അത്രയും നമ്മൾ ജനിച്ച അന്ന് തൊട്ട് നമ്മൾ അത്രയും കോംപ്ലെക്സ് എക്സ്പീരിയൻസിലൂടെ നമ്മൾ അറിഞ്ഞും അറിയാതെയും കടന്നു പോയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ ഹ്യൂമൻ ഇന്റലിജൻസ് നമ്മുടെ എക്സ്പീരിയൻസ് മാത്രമല്ല, എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇത്രയും ജനറേഷൻസ് ആയി നമുക്ക് ആ ജനറേഷൻസ് അനുഭവിച്ച എക്സ്പീരിയൻസ് നമുക്ക് ആ ഇന്റലിജൻസ് കിട്ടിയിട്ടുണ്ട്. അതിനെയൊക്കെ ഈ ഒരു AI-ക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് ശരിക്കും ഡിബേറ്റബിൾ ആണ്. അപ്പൊ സംവെയർ ഒരു പോസിറ്റീവ് ഇതാണല്ലേ. പോസിറ്റീവ് മാത്രമല്ല, നമ്മളെപ്പോഴും നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി AI ഉണ്ടാവും. ബട്ട് അതൊരു ഹ്യൂമൻ ഇന്റലിജൻസ് റീപ്ലേസ് ചെയ്യുന്നതിന് പകരം ഹ്യൂമൻ ആൻഡ് AI ഷുഡ് വർക്ക് ടുഗെദർ, ഒരു കൊളാബറേറ്റീവ് വേയിൽ. കൊളാബറേറ്റീവ് ഇന്റലിജൻസ് ആണ് വരേണ്ടതും വരാൻ സാധ്യതയും. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഈയിടയ്ക്കൊക്കെ ഈ സൈഫൈ മൂവീസ് എല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. ഓക്കെ, മീൻസ് എന്താ പറയാ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിഞ്ഞിട്ട് ഹ്യൂമന്റെ ഒരു ഇത് തന്നെ മീൻസ് അവര് എറർ മീൻസ് കാണാതെ ആയി പോവാണ് വേൾഡിൽ. അവരുടെ ഒരു ഹ്യൂമൻ റേസ് എക്സ്റ്റിൻറ്റ് ആയി പോകുന്ന ഒരു രീതിയിലൊക്കെയുള്ള അതൊക്കെ റിയാലിറ്റി ആവുമെന്ന് എക്സ്ട്രീംലി ഡിബേറ്റബിൾ ആണ്. നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നു, എനിക്ക് പേടി മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ കേൾക്കുമ്പോഴാണ്. ഒരു കോഡിങ് ഭയക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും when it comes to your field. അവർക്കുള്ള ടിപ്സ് എന്തായിരിക്കും? കോഡിങ് എല്ലാവർക്കും ഒരു ഫിയർ തന്നെയാണ്, ശരിയാണ്. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും കുറച്ച് ഫിയർ ഉള്ള കാര്യം തന്നെയാണ് കോഡിങ്. അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ ഡ്രൈവിംഗ് പറയും. എന്താന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കും കാറിൽ കയറി ഓടിക്കാൻ പേടിയായിരിക്കുമല്ലോ, അല്ലേ? എനിക്കും ഭയങ്കര പേടിയായിരുന്നു. കയറി ഒരുപാട് പ്രാക്ടീസിന് ശേഷവും പേടിയായിരിക്കും. പക്ഷെ നമ്മൾ ഓടിച്ച് നമ്മൾ ആ ഒരു എക്സ്പേർട്ട് ആകുമ്പോൾ മാത്രമേ ആ ഫിയർ മാറും. അതുപോലെ തന്നെയാണ് കോഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും. എനിക്കും പേടിയായിരുന്നു കോഡിങ് എന്ന് കേൾക്കുമ്പം. കാരണം നമ്മൾ ഒരുപാട് എറേഴ്സ് വരും, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ ടെൻഷൻ ആവും. ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ഗിവ് അപ്പ് കോഡിങ്, ദേ ഡോണ്ട് ഈവൻ കീപ് പ്രാക്ടീസിങ്. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഡോണ്ട് ഗിവ് അപ്പ്, കീപ് പ്രാക്ടീസിങ്. അത് ഈ നോട്ട്ബുക്കിലൊന്നും ലോജിക് എഴുതി പഠിക്കുകയല്ല, ലാപ്ടോപ്പ് എടുക്കുക, ലാപ്ടോപ്പിൽ കോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇത് മാത്രമല്ല, നിവേദിക്ക് ഒരു പേജ് ഉണ്ടല്ലോ, ഐ മീൻ യു ആർ ഗിവിംഗ് ടിപ്സ് അല്ലേ, ഡാറ്റ സയന്റിസ്റ്റ് ആവുന്നവര്. അതിനെ പറ്റി ഒന്ന് പറയും. അതെങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിവേദി ചെയ്യുന്നുണ്ടോ? അത് എന്തുകൊണ്ടാണ് ചെയ്യാനൊരു ഇത് ആൾക്കാരിലേക്ക് ഒന്ന് പറയൂ. അപ്പം AI in 1 minute എന്ന് പറഞ്ഞിട്ടൊരു പേജാണ്. കൺസിസ്റ്റന്റ് ആയി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് മോസ്റ്റ്ലി ടൈം കിട്ടാറില്ല ഇപ്പം. പിന്നെ മടിയും വർക്കും മടിയും ഉണ്ട്, എല്ലാം കൊണ്ടും. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ AI ഇച്ചിരി ഓവർ ഹൈപ്ഡ് ആണ്. പിന്നെ അപ്പൊ അത് മാത്രമല്ല, ഒരുപാട് പേര് അതിനെ കുറിച്ച് പല ഇൻഫർമേഷനും കൊടുക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ എനിക്ക് അറിയാവുന്ന ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത്. പിന്നെ ഒരുപാട് ഡേറ്റ സയന്റിസ്റ്റ് ആയിട്ടുള്ള ആസ്പിറൻസ് ഉണ്ട് ആവാൻ വേണ്ടിയിട്ടുള്ള, അവർക്കൊരു ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തുടങ്ങിയത്. നിവേദിക്ക് അത് യു ആർ ഗിവിംഗ് ടിപ്സ്, പക്ഷെ അല്ലാതെ ഒരു ഡാറ്റ സയന്റിസ്റ്റ് ആവാനോ, let it be IIT aspirants, because you are an IIT alumni, ഈ രീതിയിലെല്ലാം വാട്ട് ഡു യു ഹാവ് ടു സേ? എന്താണ് ഇവരോടൊക്കെ പറയാനുള്ളത്, ഈ ആസ്പിറൻസിനോടൊക്കെ പറയാനുള്ളത്? എല്ലാവരോടും പറയാനുള്ളത്, ടേക്ക് ഇറ്റ് ഈസി, പതുക്കെ എടുക്കുക, എല്ലാം പതുക്കെ ടേക്ക് ഓഫ് ചെയ്യുക, സമാധാനപരമായി എല്ലാം ചെയ്യുക. ഒന്നിനും സ്ട്രെസ്സായിട്ട് കാണാതെ ഈ പറഞ്ഞ പോലെ അതിന് വേറൊരു ഡയമെൻഷൻ, മേ ബി സംതിങ് കോൾഡ് ഇൻറ്റൻസ് എന്നോ അല്ലെങ്കിൽ ഇച്ചിരൂടെ ചലഞ്ചിങ് എന്നോ ആ ഒരു ഡയമെൻഷനിൽ എടുക്കുക. അപ്പം തന്നെ നമുക്ക് ഇച്ചിരി സമാധാനം ഉണ്ടാവും ലൈഫിലും വർക്കിലും ഒക്കെ. അത് നല്ലൊരു പോയിന്റ് ഓഫ് തോട്ട് ആട്ടോ ശരിക്കും. ഇപ്പം നമ്മൾ നോർമലി എല്ലാവർക്കും ഒരു ഭയം ഉള്ളതായിരിക്കും ഫസ്റ്റ് ജോബ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്രഷർ ആയിട്ട് ചെല്ലുമ്പോൾ. അത് നൗ വെൻ ഇറ്റ് കംസ് ടു ഡാറ്റ സയന്റിസ്റ്റ് അത് കുറച്ചും കൂടി പേടിയുണ്ടായിരിക്കും. എന്താണ് ഒരു ഫ്രഷേഴ്സിനോടൊക്കെ കൊടുക്കാനുള്ള ഒരു എന്തെങ്കിലും ഒരു ഉപദേശം അല്ല, ടിപ്സോ എന്തെങ്കിലും ആയിക്കോട്ടെ? ശരിയായി, ഫ്രഷേഴ്സ് പെട്ടെന്ന് ഈ ഡേറ്റാ സയന്റിസ്റ്റ് ജോബ് റോളിലോട്ട് കയറുമ്പം അവർ ഇച്ചിരി പാനിക് ആവുന്ന കാണാറുണ്ട്. ഈവൻ ദോ അവർ അക്കാഡമിക്കലി നല്ല ബ്രില്യൻ്റ് ആയിരിക്കും, ഒരുപാട് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടാവും, എന്നാലും ഇച്ചിരി പതറാറുണ്ട്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഒരു ക്ലിയർ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അതൊക്കെ വെൽ ഡിഫൈൻഡ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ കോർപ്പറേറ്റിലോട്ട് വരുമ്പം, റിയൽ വേൾഡ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വരുമ്പം ഒരു ഡേറ്റാ സയന്റിസ്റ്റ് നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് വെച്ചാൽ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവരുടെ പ്രോബ്ലം എന്താണെന്ന് തന്നെ അറിയണ്ടാവില്ല. ദേ വിൽ ജസ്റ്റ് കം ടു us ആൻഡ് സേ ഓക്കെ, നമ്മുടെ ഡൊമെയിൻ ഇതാണ്, നമുക്കൊരു AI സൊല്യൂഷൻ വേണം. അപ്പോൾ ഫേസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സായി സംസാരിച്ച് അവരുടെ ഡൊമെയിൻ മനസ്സിലാക്കി അവരുടെ പെയിൻ പോയിന്റ് എന്താണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ആ പെയിൻ പോയിന്റ് മനസ്സിലാക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ വരും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് ഔട്ട്പുട്ടിനെ കുറിച്ചായിരിക്കും. അക്യുറസി എന്താണ്, ആൽഗറിതംസ് ഏതാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ ഒരു ജോബിലോട്ട് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഔട്ട്കം ആണ്. ഓക്കെ, അതായത് നിങ്ങൾ കൊടുക്കുന്ന സൊല്യൂഷൻ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും ബിസിനസ്സിന്. കാരണം ഇവിടെ ഒരുപാട് മണി ഈസ് ഓൾസോ ഇൻവോൾവ്. അപ്പം ആ ബിസിനസ്സിന് നിങ്ങൾക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റണം സൊല്യൂഷൻ. അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. അപ്പം അതായത് തിങ്ക് ലൈക്ക് എ ഡേറ്റ സയന്റിസ്റ്റ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോർമലി കൂടുതലും പേഴ്സൺ ടു പേഴ്സൺ ഇന്ററാക്ഷൻ ആയിരിക്കും നിങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ശരിക്കും അതാണ് ഫസ്റ്റ് ഒരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താ പറയുക സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്ന മാതിരി അവരുടെ ഉള്ളിൽ നിന്ന് നമ്മൾ എടുക്കുക കാര്യങ്ങൾ. ശരിയാണ്. കാരണം ഒരുപാട് ടൈം ഒരു ഡേറ്റ സയന്റിസ്റ്റിനെ കോഡിങ്ങിനെക്കാളും ഡേറ്റ പ്രോസസ്സിങ്ങിനെക്കാളും ഒക്കെ ഉള്ളത് ഈ ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അല്ലെങ്കിൽ അതിലൊരു എന്നാൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു റോളിന്, ഈ ഒരു ജോബിന്റെ റോളില്. അതെ. ഈ AI എന്ന് പറയുന്നത് ശരിക്കും ഒരു പുതിയ ടെക്നോളജി തന്നെയാണോ, അതോ ഇൻ സ്റ്റഡീസ് ഇത് പണ്ട് തൊട്ടേ ഉള്ള ഒരു സംഭവം തന്നെയാണോ? കാരണം നമ്മളൊക്കെ കേട്ടു തുടങ്ങിയ ഇപ്പോഴാണ്. എങ്ങനെയത്? അതെ, ഇപ്പോഴാണ് ആ ഒരു AI ബൂം ഉണ്ടായത്, സത്യം തന്നെയാണ്. പക്ഷെ പലരും ഈ ചിന്തിക്കുന്നത് AI ഒരു ന്യൂ ടെക്നോളജി ആണെന്നാണ്. പക്ഷെ AI ഒരു ന്യൂ ടെക്നോളജി അല്ല. 1950s തൊട്ടേ ഉള്ള ഒരു ടെക്നോളജി തന്നെയാണ് ഇത്. ആ സമയത്ത് തന്നെ പല പേപ്പേഴ്സിലും ഇതിനെക്കുറിച്ചുള്ള ഐഡിയാസ് വന്ന് തുടങ്ങി 1950s. 1960s കൂടി തന്നെ ഇപ്പോൾ ഉള്ള പല ആൽഗറിതത്തിൻ്റെയും ഇനീഷ്യൽ വേർഷൻസ് അന്ന് വന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഇത് അത്ര സക്സസ്ഫുൾ ആവാത്തതിൻ്റെ പ്രശ്നം ഈ AIക്ക് ഏറ്റവും കൂടുതൽ വേണ്ട എന്തുവാ, ഡേറ്റയും പ്രോസസ്സിംഗ് പവറും. ആ സമയത്ത് അതൊരു ഡിജിറ്റൽ ഏജ് ആയിരുന്നില്ലല്ലോ. ഡേറ്റ ഇല്ലായിരുന്നു, പ്രോസസ്സിംഗ് പവറും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ആൽഗറിതംസ് അപ്പം തന്നെ ഉണ്ടായിരുന്നു. പെർസെപ്ട്രോൺ, അതായത് ഈ ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഒക്കെ ഏർലി സ്റ്റേജ്, പെർസെപ്ട്രോൺ അതൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇതായിരുന്നു പ്രശ്നം, ഡേറ്റ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ 2000s ശേഷം ഇന്റർനെറ്റ് ഒക്കെ വന്നതോടുകൂടിയാണ് ഇത് പതുക്കെ ഡെവലപ്പ് ആയത്. പിന്നെ GPUs വന്നു ഇപ്പം. അങ്ങനെയാണ് AI ഇച്ചിരി കൂടെ ബൂം ആയത്. പക്ഷെ പണ്ടേ ഉണ്ട് ഇത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് അത്ര മിടുക്കന്മാരായിരുന്നു തന്നെ പറയേണ്ടി. താങ്ക് യു സോ മച്ച്. Thank you so much. Such a beautiful talk. Thank you. And all the best to you. Nice talking to you.